മാന്യമായ ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിലും ചില ഉദ്യോഗസ്ഥർക്ക് അർഹമല്ലാത്ത പണത്തോടായിരിക്കും കൂടുതൽ താൽപര്യം. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് കൈക്കൂലി കേസുകൾ വർദ്ധിക്കുന്നത്. ഇപ്പോഴിതാ കണ്ണൂരിൽ കൈക്കൂലി വാങ്ങിയ തഹസിൽദാരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ നേരത്തെ സമാനമായ രീതിയിൽ കൈക്കൂലി കേസിൽ പിടിയിലായി സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനാണ്. കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസാണ് അറസ്റ്റിലായത്. കണ്ണൂർ താലൂക്കിലെ ഒരു പടക്കക്കടയുടെ ലൈസൻസ് പുതുക്കുന്നതിനായി 3000 രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് ഇയാളെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത്. പടക്കക്കടയുടെ ഉടമ ലൈസൻസ് പുതുക്കുന്നതിനായി സുരേഷ് ചന്ദ്രബോസിനെ സമീപിച്ചപ്പോൾ 3000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ കൈക്കൂലി നൽകി ലൈസൻസ് പുതുക്കേണ്ട എന്ന് മറുപടി നൽകിയ കടയുടമ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും തഹസിൽദാരുമായി ബന്ധപ്പെടുകയും പണം നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ രാത്രി 8:30 ശേഷം കല്യാശ്ശേരിയിലെ വീട്ടിൽ പണമെത്തിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് കടയുടമ കല്യാശ്ശേരിയിലെ വീട്ടിലെത്തി പണം കൈമാറി. പിന്നീട് രാത്രി 9 വിജിലൻസ് സംഘം സുരേഷ് ചന്ദ്രബോസിന്റെ വീട്ടിലെത്തി കടയുടമ കൈമാറിയ പണം കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അറസ്റ്റിന് പിന്നാലെ തഹസിൽദാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് മജിസ്ട്രേറ്റ് ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിലെത്തി സുരേഷ് ചന്ദ്രബോസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. നേരത്തെ സമാനമായ രീതിയിൽ കൈക്കൂലി കേസിൽ സുരേഷ് ചന്ദ്രബോസ് പിടിയിലാവുകയും സസ്പെൻഷൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് ഡിവൈഎസ്പി KP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ C ഷാജു, SI മാരായ MK ഗിരീഷ്, PP വിജേഷ്, K രാധാകൃഷ്ണൻ, ASI CV ജയശ്രീ, A ശ്രീജിത്ത്, M സജിത്ത്, ഗസറ്റ് ഓഫീസർമാരായ അനൂപ് പ്രസാദ്, K സച്ചിൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് സുരേഷ് ചന്ദ്രബോസിന്റെ വീട് റെയ്ഡ് ചെയ്തത്.